പാർലമെന്റ് അതിക്രമ കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ. ബംഗളൂരു സ്വദേശിയായ എഞ്ചിനീയറെ ചോദ്യം ചെയ്യലിനായി ഡൽഹിയിലെത്തിച്ചു. കർണാടകയിലെ മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് കസ്റ്റഡിയിലുള്ളത് എന്നും സൂചനയുണ്ട്. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കേസിൽ പിടിയിലായ മനോരഞ്ജൻ എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇത് സംബന്ധിച്ച തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഈ ബംഗളൂരുവിലുള്ള ഒരാളിലേക്ക് അന്വേഷണത്തിന്റെ ഗതി എത്തിയത് എങ്ങനെയാണ്? മനോരഞ്ജനുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്താണ്? വേണു, കേസിൽ ഇപ്പോൾ ഒരു കസ്റ്റഡി കൂടി ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഡൽഹി പോലീസ് ഈ സായി കൃഷ്ണയെ കസ്റ്റഡിയിലെടുത്തത്. 2008, 2009 കാലഘട്ടത്തിൽ മനോരഞ്ജന്റെ സഹപാഠിയായിരുന്നു സായി കൃഷ്ണ. കൂടാതെ മനോരഞ്ജന്റെ ഡയറിയിൽ സായി കൃഷ്ണയുടെ പേര് പരാമർശിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. എന്തായാലും ഈ കേസിൽ ഇയാളുടെ ബന്ധം എന്താണെന്ന് സംബന്ധിച്ചപ്പോൾ പോലീസ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചിട്ടില്ല. പ്രധാനമായും പോലീസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു ഈ കേസ് സംഭവത്തിന്റെ ആസൂത്രണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കൃത്യമായ പങ്ക് കൂടുതൽ പേർ ഉണ്ട് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുമെന്നാണ് ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, പാർലമെന്റിലെ പുകയാക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ ബംഗളൂരു സ്വദേശി കസ്റ്റഡിയിൽ. വിശദാംശങ്ങളാണ് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും നൽകിയത്. പുക ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിൽ പുതിയ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്താൻ തീരുമാനം. സുരക്ഷാ പരിശോധനയടക്കം CISF ചുമതലയിലേക്ക് വരും. ഡൽഹി പോലീസിന്റെ പരിശോധനകളിൽ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, എങ്ങനെയാണ് പുതിയ സുരക്ഷാ ക്രമീകരണം സംവിധാനം ചെയ്യാൻ ആലോചിക്കുന്നത്? ഇതില് ഈ പാർലമെന്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പരിശോധന ചുമതല അത് ഡൽഹി പോലീസിനായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഡൽഹി പോലീസിന്റെ പരിശോധന അത് ചില പഴുതുകൾ ഉള്ളതാണ് എന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിന്റെ സുരക്ഷാ ചുമതല CISFന് നൽകാനായിട്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പാർലമെന്റിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനായിരിക്കും CISF ഇപ്പോൾ ഇനി നിയോഗിക്കപ്പെടുക. മാത്രമല്ല, പാർലമെന്റിന്റെ ബിൽഡിങ്ങിനടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതലയും CISFനായിരിക്കും. ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ CISFന്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ആ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ ക്രമീകരണം നിലവിൽ വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.